ഓം ശാന്തി. 28/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സ്നേഹം വിനാശി ശരീരങ്ങളോട് ആയിരിക്കരുത്. ഒരു വിദേഹിയെ സ്നേഹിക്കൂ, ദേഹത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കൂ. നമുക്ക് ബാബ ആത്മജ്ഞാനം തന്നിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്. ആത്മാവ് അനശ്വരമാണ്, ഈ ശരീരം നശ്വരമാണ്. ഇത് നശിച്ചു പോകുന്നതാണ്. ബാബ പറയുന്നു, ഈ നശിച്ചു പോകുന്ന ശരീരത്തിനോട് സ്നേഹം തോന്നരുത്. വിദേഹിയായ ആത്മാവിനെ നോക്കൂ, വിദേഹിയായ ബാബയെ സ്നേഹിക്കൂ. ആത്മദൃഷ്ടിയോടെ നോക്കുകയാണെങ്കിൽ ആത്മാക്കളെല്ലാവരും ഒരുപോലെയാണ്. ആരിലെങ്കിലും പ്രത്യേക വിശേഷതയോ ഗുണങ്ങളോ ഉണ്ടെങ്കിൽ അത് ബാബ നൽകിയതാണ്. അപ്പോൾ എല്ലാ ഗുണങ്ങളുടെയും സാഗരമായ, എല്ലാ വിശേഷതകളുടെയും ഉറവിടമായ ബാബയെ തന്നെ നാം സ്നേഹിക്കണം. ഈ ദേഹത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കണം. ചോദ്യം: ബുദ്ധിയെ സ്വച്ഛമാക്കുന്നതിനുള്ള പുരുഷാർത്ഥം എന്താണ്? സ്വച്ഛ ബുദ്ധിയുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: ആത്മാഭിമാനി ആകുന്നതിലൂടെ ബുദ്ധി സ്വച്ഛമാകുന്നു. ഇങ്ങനെയുള്ള ആത്മാഭിമാനി കുട്ടികൾ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ സ്നേഹിക്കും, ബാബയിൽ നിന്ന് തന്നെ കേൾക്കും. എന്നാൽ ആരാണോ വിഡ്ഢികൾ, അവർ ശരീരത്തെ സ്നേഹിക്കുന്നു, ശരീരത്തെ തന്നെ അലങ്കരിച്ചുകൊണ്ടും ഇരിക്കുന്നു. നാം ആത്മാവ് ശുദ്ധമാകുന്നതിനാണ്, സ്വർണമാകുന്നതിനാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. ഇങ്ങനെ ശുദ്ധമാകുന്നതിനുള്ള ഏറ്റവും മുഖ്യമായ ഒരു പടിയാണ് ബുദ്ധിയെ സ്വച്ഛമാക്കുക എന്നത്. ബുദ്ധിയെ സ്വച്ഛമാക്കുക അർത്ഥം നാം എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത്, ആ മനസ്സിലാക്കിയിരിക്കുന്നതെല്ലാം സ്വച്ഛമായിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതെല്ലാം സ്വച്ഛമായിരിക്കണമെങ്കിൽ എന്താണോ മോശമായിട്ടുള്ളത് അതിനെയെല്ലാം മാറ്റിക്കളയണം. എന്താണ് മോശം, എന്താണ് നല്ലത് എന്ന് തിരിച്ചറിയുന്നതിന് നാം നമ്മുടെ നിജസ്ഥിതി, അതായത് നമ്മുടെ തനി സ്വരൂപമായ ആത്മ അഭിമാനി സ്ഥിതി പ്രാക്ടീസ് ചെയ്യണം. എത്ര നാം ആത്മ അഭിമാനി ആകുന്നുവോ അത്രയും എന്താണ് പതിര്, എന്താണ് കതിര് എന്നത് തിരിച്ചറിയാൻ സാധിക്കും. നാം മനസ്സിലാക്കിയിരിക്കുന്നതിൽ ദേഹാഭിമാനത്തിന് വശപ്പെട്ടിട്ടുള്ളത് എന്തെല്ലാമാണ്, എന്നാൽ തനതായ സനാതന ധർമ്മം എന്താണ് പറയുന്നത്, അത് നമ്മൾക്ക് തിരിച്ചറിയുന്നതിന് നാം ആത്മാഭിമാനി ആയിരിക്കണം. ആരാണോ ആത്മാഭിമാനി ആകുന്നതിന് പ്രാക്ടീസ് ചെയ്യുന്നത് അവർ ഒരു ബാബയെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ബാബ തന്നെയാണ് ആത്മാക്കളിൽ ഏറ്റവും മികച്ചതായി ഉള്ളത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ സ്നേഹിക്കും, ബാബയെ തന്നെ ഓർമ്മിക്കും. ബാബ എന്തു പറയുന്നുവോ അത് തന്നെ കേൾക്കും. കാരണം ബാബ സത്യമാണ്. ബാബ എന്തു പറയുന്നുവോ അതും തികച്ചും സത്യമാണ്. എന്നാൽ ആരാണോ വിഡ്ഢികളായിട്ടുള്ളത്, അല്ലെങ്കിൽ അഹംഭാവത്തിലിരിക്കുന്നത്, അവർക്ക് സ്നേഹം ദേഹത്തോടായിരിക്കും. ഈ ദേഹത്തെ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ശ്രദ്ധ ശരീരത്തിലായിരിക്കും. ശ്രദ്ധ ശരീരത്തിലാണെങ്കിൽ പിന്നെ ബുദ്ധിയെ സ്വച്ഛമാക്കുക സാധ്യമാകില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ദേഹധാരിയെയും തൻ്റെ ആധാരമാക്കരുത്. ശരീരങ്ങളോട് പ്രീതി വയ്ക്കരുത്. ഹൃദയത്തിൻ്റെ പ്രീതി ഒരു ബാബയോട് വയ്ക്കണം. ആരുടെയും നാമരൂപത്തിൽ പെടരുത്. 2. ഓർമ്മയുടെ ചാർട്ട് താൽപ്പര്യത്തോടെ വയ്ക്കണം. ഇതിൽ മടി കാട്ടരുത്. ചാർട്ടിൽ നോക്കണം, എൻ്റെ ബുദ്ധി ഏത് വശത്തേക്ക് പോകുന്നു, എത്ര സമയം വേസ്റ്റ് ആകുന്നു, സുഖം തരുന്ന ബാബയെ എത്ര സമയം ഓർമ്മിക്കുന്നു.
ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരു ശരീരധാരിയെയും തൻ്റെ ആധാരമാക്കരുത്, അവർക്കനുസരിച്ചേ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന തരത്തിൽ വരരുത്. ഒരു ദേഹത്തിനോടും പ്രീതി തോന്നരുത്, അത് സ്വന്തം ശരീരമാകട്ടെ മറ്റുള്ളവരുടേതാകട്ടെ. ഹൃദയത്തിൻ്റെ സ്നേഹം എപ്പോഴും ഒരു ബാബയോട് തന്നെ ആയിരിക്കണം. കാരണം മനുഷ്യരെ സ്നേഹിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒന്നുകൂടി പതീതമാകും എന്നല്ലാതെ മറ്റൊരു ലാഭവും ഇല്ല. അതിനാൽ ആരുടെയും നാമരൂപത്തിലും പെട്ടുപോകരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം ചാർട്ട് വയ്ക്കുന്നതിൽ താല്പര്യമുള്ളവരാകണം. ചാർട്ട് നോക്കുന്നതിലൂടെ നാം പയ്യെ ആണെങ്കിലും മുന്നേറുന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും. ആ ധാരണ നമ്മെ ഒന്നുകൂടി മുന്നോട്ടേക്ക് പോകുന്നതിന് ഒരു പ്രചോദനമാകും. ഇതിനാൽ ചാർട്ട് വയ്ക്കുന്നതിൽ ഒരിക്കലും മടി കാട്ടരുത്. ദിവസവും നോക്കണം, എൻ്റെ ബുദ്ധി മറ്റെവിടേക്കെങ്കിലും പോകുന്നുണ്ടോ, സമയമങ്ങാണം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ, എത്ര സമയം സുഖദാതാവായ ബാബയെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. വരദാനം: ഗൃഹസ്ഥ വ്യവഹാരവും ഈശ്വരീയ വ്യവഹാരവും രണ്ടിൻ്റെയും സമാനതയിലൂടെ സദാ ഭാരരഹിതരും സഫലരുമായി ഭവിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും ശരീരനിർവാഹവും ആത്മനിർവാഹവും 2 സേവനവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 2 സേവനങ്ങളിലും സമയത്തിൻ്റെയും ശക്തികളുടെയും സമാന അറ്റൻഷൻ വേണം. ശ്രീമത്തിൻ്റെ സൂചി ശരിയാണ് എങ്കിൽ 2 വശവും സമാനമാകും. എന്നാൽ ഗൃഹസ്ഥം എന്ന വാക്ക് പറയുന്നതിലൂടെ തന്നെ ഗൃഹസ്ഥിയായി തീരുകയാണെങ്കിൽ പിന്നെ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങുന്നു. ഇതിനാൽ ഗൃഹസ്ഥിയല്ല, ട്രസ്റ്റിയാണ്. ഈ സ്മൃതിയിലൂടെ ഗൃഹസ്ഥ വ്യവഹാരത്തെയും ഈശ്വരീയ വ്യവഹാരത്തെയും രണ്ടിൻ്റെയും സമാനത വയ്ക്കൂ. എങ്കിൽ സദാ ഭാരരഹിതരും സഫലരും ആയിരിക്കും. ബാബയുടെ കുട്ടികൾ ശരീരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആത്മാവിനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതിനും 2 സേവനവും ലഭിച്ചിട്ടുണ്ട്. 2 സേവനങ്ങളിലും ഒരുപോലെ ശക്തികളും സമയവും കൊടുക്കണം. എപ്പോഴാണോ ശ്രീമത്തനുസരിച്ച് കൃത്യമായി നടക്കുന്നത്, അപ്പോൾ 2 സൈഡും സമാനമായി തീരും. കുടുംബം, വീട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗൃഹസ്ഥിയായി തീരുന്നുവെങ്കിൽ അത് പിന്നെ ഒഴിവുകഴിവ് പറയാൻ കാരണമാകുന്നു. ഇതിനാൽ സ്വയം ഒരിക്കലും ഗൃഹസ്ഥിയെന്ന് കരുതരുത്, ട്രസ്റ്റിയാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഗൃഹസ്ഥ വ്യവഹാരവും ഈശ്വരീയ പരിവാരവും രണ്ടിലും സമാനത വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഭാരരഹിതരുമായിരിക്കും, സഫലരുമായിരിക്കും. സ്ലോഗൻ: ഫസ്റ്റ് ഡിവിഷനിൽ വരുന്നതിന് കർമ്മേന്ദ്രിയ ജീത്താകണം, മായാ ജീത്താകണം. ഈ പഠനത്തിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങണമെങ്കിൽ നാം കർമ്മേന്ദ്രിയ ജീത്താകണം, മായാ ജീത്തുമാകണം. 5 കർമ്മേന്ദ്രിയങ്ങളാണ്, 3 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഇവ 8ലും വിജയിക്കുന്നവരെയാണ് കർമ്മേന്ദ്രിയ ജീത്ത്, മായാ ജീത്ത് എന്ന് പറയുന്നത്. ഓം ശാന്തി.